ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മീൻ മുളകിട്ടതാണ്. അതിനായിട്ട് 750 ഗ്രാം നെയ്മീൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കഷ്ണം ഇഞ്ചി, 6 വെളുത്തുള്ളി, ഒരു 20 ചെറിയുള്ളി, 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചെറിയുള്ളി ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ചെറിയുള്ളി പൊളിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ചെറിയുള്ളി നമ്മുടെ അടുത്തില്ലെങ്കിൽ നമുക്ക് സവാള ഉപയോഗിക്കാം. ഒരു മീഡിയം സൈസ് സവാള എടുത്ത് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. ഇനി പച്ചമുളകിൻ്റെ ഞെട്ട് കളഞ്ഞ് ഒന്ന് കീറിയിടാം. ഇനി നെയ്മീൻ മുളകിട്ടത് വെക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം. ഇപ്പം ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. എണ്ണ എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. മീൻകറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇപ്പോൾ എണ്ണയൊക്കെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ അധികം വേണ്ട, ഒരുപാടായാലും കഴിക്കുക, അതുകൊണ്ട് കുറച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചെറിയുള്ളിയും എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചേർക്കാൻ, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, ചേർത്ത് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കാം. ഇപ്പം വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന നെയ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. ഇതൊരു 4 ഇതള് കുടംപുളി അരമണിക്കൂർ മുമ്പ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചാണ്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് അടച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. തുറന്ന് നോക്കാം.
മീൻ കറിയൊക്കെ ആയിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ലാസ്റ്റ് വെളിച്ചെണ്ണയും കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുത്താൽ നല്ല മണവും രുചിയൊക്കെ കൂടുതൽ കിട്ടും. ഇനി ഇത് അടച്ച് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം തുറക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്മീൻ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.